ഞങ്ങളെല്ലാവരും നമ്മളെ പുതിയ അടുക്കളയിൽ വെച്ചിട്ട് പുതിയ ഒരു പരിപാടി തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ നോമ്പൊന്നുമില്ല, പക്ഷെ നമ്മൾ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. നോമ്പൊന്നും നോറ്റിട്ടില്ല, പക്ഷെ നോമ്പൊക്കെ തിന്നതിന് മുന്നേ നമ്മൾ നോമ്പ് നോക്കൂട്ടോ. എല്ലാവരും മരുന്നോടെയാണ് 3 നേരം കുടിക്കാണ്ട്. ഞാനിപ്പോ ഈ അലർജിന്റെ കട്ടിലിപ്പോ പോയി വന്നതാ 10 മിനിറ്റ്. അപ്പൊ കാട്ടി കൊടുക്കണം. ഇതെന്താ ക്യാമറമാനാ? കാലൊക്കെ അതേപോലെ തന്നെ ആയിട്ട്, കൈ അതേപോലെ തന്നെ ആയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി വന്നു. അതുകൊണ്ട് നോമ്പൊന്നും നോക്കാൻ പറ്റിയില്ല. പക്ഷെ നമ്മള് നോമ്പിന്റെ സ്പെഷ്യലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എത്രത്തോളം സക്സസ് ആവും അറിയില്ല അല്ലേ. നമ്മൾ പത്തിരിയാണ് ഉണ്ടാക്കണം കേട്ടോ. പക്ഷെ വാട്ടലും കുഴക്കലും ചുടലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ വർഷം നമ്മള് മലപ്പുറം വീട്ടിൽ നിന്ന് നമുക്ക് പത്തിരിക്കട്ടി വീട്ടിൽ ഉണ്ടാക്കാണ്. കേടായിട്ട് അപ്പൊ ഞങ്ങള് വാങ്ങണം കരുതി നിന്ന് എന്തായാലും ഇന്നത്തേക്ക് എന്തായാലും അത് ഈ നോമ്പാമത്തിന് വാങ്ങണം കരുതിയത്, പക്ഷെ മറന്ന് ഒന്ന് മേടിച്ചു. അമ്മ പറഞ്ഞത് വാങ്ങിയിട്ട് പത്തിരി ഉണ്ടാക്കിയാ മതി. പത്തിരി ചുടലും കോഴിക്കറി പിന്നെന്താ ഇതൊക്കെ നമ്മളെ സമയത്ത് നമ്മള് ഉണ്ടാക്കുന്നത് മാത്രമേ കാണിച്ചു തരുന്നുള്ളൂ. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിൽ പത്തിരിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പലകല്ലാതെ പരത്തിയതല്ലേ, സാധാ ചപ്പാത്തി പരത്തുന്ന പോലെയാണ് പരത്തി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് കട്ടിയൊക്കെ തോന്നിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് തന്നെ അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ലാതെ അത് പോവാട്ടോ. 5 അപ്പൂസിന് ഇത് 10 നിർത്തൂല കേട്ടോ, കാരണം നമുക്ക് ഇതൊക്കെ എല്ലാം സോഫ്റ്റ് ആയിട്ട് പിന്നെ നിൽക്കുന്നുണ്ട്. അത് ചുട്ടത് ഇങ്ങനെ അടച്ചു വെച്ചോണ്ട് ചുടുന്ന അടച്ചേക്കണം. അപ്പോഴേ അല്ലെങ്കിൽ ഇതൊരു ബലം വെച്ച് പോകുന്നു. അപ്പൊ ചുടുന്നത് പത്തിരിച്ചട്ടിയിലാണ്, അടുപ്പിലല്ല, ഗ്യാസുമലാട്ടോ. അപ്പൊ രണ്ടാൾക്കും വയ്ക്കുന്നില്ല നിൽക്കാൻ. ഇവിടെ ചൂട് മാത്രമോ നിൽക്കാൻ കാലും വേദനിക്കുന്നുണ്ട്. നമ്മുടെ വെള്ളത്തില് വേർത്ത് കുളിക്കാണ്. ഞാൻ നോൽമ്പ് തുടങ്ങിയ 2 ദിവസം മുന്നേ കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നവരോട് പത്തിരി ഉണ്ടാക്കി തരും. ഇത് ഈ ടൈമിൽ പറഞ്ഞാല് രസമാണ്, പ്രത്യേക രസമാണ്. ഇപ്പൊ നമ്മളിവിടെ പ്രത്യേകിച്ച് വേറെ നമുക്ക് അറിയില്ല പത്തിരി ഒരു പ്രധാനമാണോന്ന്. നമ്മളിവിടെ നോമ്പിന് ഈ പത്തിരി പ്രധാനം. പത്തിരി ബീഫ് കറി അല്ലെങ്കിൽ പത്തിരി കോഴിക്കറി ഈ സമയം നമുക്ക് ചുടലടങ്ങിണ്ടാവും. പിന്നെ നമ്മൾ നോൽമ്പ് നോക്കട്ടെ, പക്ഷെ നമ്മള് വീഡിയോയിൽ കാണിക്കണം. കാരണം അന്ന് തന്നെ റീച്ചിന് വേണ്ടാന്നൊക്കെ ആൾക്കാർ പറയാം. അപ്പൊ അതുകൊണ്ട് നമ്മള് നോക്കണത് നമ്മള് പരിപാടി ചെയ്യണത് നമ്മള് കാണിക്കില്ല. എന്തെന്ന് പറയല്ലേ. അപ്പൊ നമ്മൾ ആ രാവിലെ തുടങ്ങിയപ്പോ പഴട്ടാ പിന്നെ എന്തെങ്കിലൊക്കെ പറയാം. നമുക്ക് ചെയ്തോണ്ടേ അരിപ്പൊടിയൊക്കെ വാട്ടിക്കുഴച്ച് നല്ല ചൂടോടെ തന്നെയാണ് ചെയ്തത്. ഞങ്ങൾക്ക് എനിക്ക് പത്തിരി വരട്ടാൻ നിശ്ചയുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ എന്നെ പത്തിരി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് നമ്മുടെ മലപ്പുറം മടക്കണീൻ്റെ ഉമ്മ കേട്ടോ. ഉമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. അപ്പോൾ ഉമ്മ ഉണ്ടാകുന്നൊക്കെ ഞങ്ങൾക്ക് പത്തിരി ഇങ്ങോട്ട് കൊണ്ടു തരുന്നു, ചൂടോടെ കൊണ്ടു തരുന്നു. അപ്പോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് ഉണ്ടാക്കി പഠിപ്പിച്ചതാണ്. നമ്മളെ പഴയ വീട്ടിൽ പഴയ അടുക്കളയിൽ വന്നിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് പത്തിരിൻ്റെ വെള്ളം പാകാക്കലും ആ തിളച്ച വെള്ളത്തേക്ക് പൊടിയിടലും കുഴക്കലെല്ലാം ഉമ്മയാണ് പഠിപ്പിച്ചു തന്നത്. പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കിയെന്ന് പഴയ വീട്ടിൽ നിന്ന്, പുതിയ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാ. ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം കേട്ടോ. അതിക്ക് ഇവിടെ ചിക്കൻ റെഡിയാണ്. അപ്പൊ റെഡിക്ക് കൊണ്ടുവരും, പുറത്ത് കഴിക്കരുത്. ഇത് ചിക്കൻ തേങ്ങ അരച്ചിട്ടാണ് ഇവിടെയൊക്കെ എല്ലാവരും കറി വെക്കുക. പെരുജീരകവും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് അത് നല്ലൊരു പ്രത്യേക മണമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ആളൊന്നും അറിയില്ല. അപ്പൊ നിങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ തന്നെ നമ്മളും ചെയ്യണത് സമയം 5 മണി ആവണുള്ളൂ. ഈ ടൈമിൽ എല്ലാവരും അടുക്കളയിലാവുമല്ലോ അങ്ങനത്തെ പണി. ഇങ്ങനത്തെ പണിക്കറിയും ഇവിടെയുള്ള താത്തമാര് നിങ്ങൾ ഉണ്ടാക്കുന്ന സാമ്പാറിൻ്റെ പായസത്തിന് രസം ഞങ്ങൾക്ക് കിട്ടൂല, ഞങ്ങൾ ഉണ്ടാക്കുന്ന പത്തിരി താത്തമാര് പത്തിരിന് ചിക്കൻ കറിൻ്റെ രസം ഞങ്ങൾക്കും കിട്ടൂല എന്ന് പറയും. അത് സത്യമാണല്ലേ. ആ പത്തിരിയും കോഴിക്കറിയും പറഞ്ഞാൽ ആ പണ്ട് തിന്നതും ഒക്കെ ഇപ്പോഴും ഓർമ്മയാണ്. പത്തിരി അങ്ങനെ എല്ലാവരും ഉണ്ടാക്കിയ ശരിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പത്തിരിയാണ് പത്തിരിയും കറി. ശരിയാണ് കണ്ടോ. എന്നാലും ഏകദേശം കേട്ടില്ലേ എങ്ങനെ വട്ടമൊക്കെ വന്നിട്ടുണ്ട്. അമ്മ പറഞ്ഞു വട്ട ശരിയാണെങ്കിൽ നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് കമഴ്ത്തിയിട്ട് നമുക്ക് റൗണ്ട് എടുക്കാമെന്ന്. അപ്പൊ ഞാൻ നോക്കട്ടെ എങ്ങനെ റൗണ്ട് കിട്ടുമോന്ന് പറഞ്ഞു. അപ്പൊ കിട്ടുന്നുണ്ട് കേട്ടോ. അത്ര പോരെ അല്ലേ. പോയ പുറത്തേക്കായോ?
ഇത് കുറച്ച് തുറന്നിട്ടാണ് ഈ കാറ്റ് വരാൻ വിയർത്തിട്ട് എന്തൊരു ചൂട് വരാം. ഇവിടെ നമ്മളൊരു ഫാനും വെച്ചില്ല, അല്ലെങ്കിൽ ഇവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടേ നമ്മളെന്തെങ്കിലും തട്ട് വെക്കുകയാണെന്ന് വെച്ചാൽ പിന്നെ അയിമ പോവും. അപ്പോൾ പിന്നെ ഫാൻ വെച്ചിട്ട് കാര്യമില്ല. അപ്പം ചുമരുമ്പോൾ എന്തെങ്കിലും നോക്കാൻ സ്ഥലമല്ല. ചുമരുമ്പത്തെ ഇത് കൊണ്ടുവരേണ്ടി വരുമോ? ആ റൂമത്തെ ചുമരുമ്പോൾ കൊടുത്തിട്ട് അവിടെ വെക്കാം. അവിടെ തറയ്ക്കാൻ ടൈൽസ് ഔട്ട് വെക്കേണ്ടി വരും. ഈ സമയത്തൊന്നും അപ്പം അവിടെ ഒരു പ്ലഗ് ഉണ്ട് കേട്ടോ. പക്ഷേ അപ്പം അതാണല്ലോ അവിടെ ഒരു പ്ലഗ്. അതിൽ നമുക്ക് അവിടെ ഒരു ഓട്ടോ വെച്ചിട്ട് ചെയ്യാം. അല്ല എന്താ ചെയ്യുക, ക്ലാമ്പ് അടിച്ചിട്ട്. അപ്പോൾ സാർ സ്പെഷ്യൽ സാധനം കൊണ്ടുകൊടുത്തിട്ട് കാട്ടി കൊടുക്കാം. എന്താ അപ്പോൾ സാർ അച്ഛൻ എന്താ കൊണ്ടു തന്നെ? മീനല്ല മുഞ്ചല്ലേ. അപ്പൊ അപ്പൂസിന് സ്റ്റഡി ലീവ് ആണ്, പഠിച്ചോണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് നേരം നമ്മളിപ്പോ ഇങ്ങനെ വീഡിയോയിൽ കൂടെ അപ്പൂസ് ചിക്കനൊക്കെ കഴിക്കും സാറാക്കി എടുക്കാം. മീന് പാർട്സ് എടുക്കാനില്ല. ഇപ്പൊ നമ്മളൊരു ചെറിയ ഒരു 4 മൂയ്യ കുട്ടികൾ വാങ്ങിയിട്ട് 50 ഉറുപ്പ്യക്ക് 4. അപ്പൂസേ പറഞ്ഞോടക്ക് അപ്പൂസിന് വാങ്ങിട്ടോ. പിന്നെ അതേമാതിരി ഫ്രിഡ്ജിൻ്റെ ആ ബോക്സ് ഇല്ലേ ഈ മീൻ വളർത്തുന്നത്, അത് വാങ്ങിയിട്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്ഥലം പോയി കിട്ടിയില്ല. എനിക്ക് എപ്പിയത് നടന്നിട്ടുണ്ട്. കുറച്ചൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ മീനുകൾ. ഒന്ന് കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഇല്ല. ഇവിടെ അത് കുറേ മീനുണ്ടായിരുന്നു. കോഴിക്കറുപ്പ് പറഞ്ഞ മീൻ നല്ല ഭംഗിയാണ്, കറുപ്പും ഓറഞ്ചും കൂടി ഏറെ കലർന്നിട്ട്. പിന്നെ ഒക്കെ ഒഴിവാക്കിയതാണ് ഞങ്ങൾ. അതൊക്കെ നമ്മളെ പാലക്കോട് സ്കൂൾ പഠിക്കുന്ന കുട്ടിയൊക്കെ നമ്മൾ വെറുതെ കൊടുക്കും. പിന്നെ കുറെ പാടത്തും ഉണ്ടാവും കേട്ടോ, മഴ ചെയ്തിട്ട് പിന്നെ എന്താ വെച്ചാൽ മീൻ വളർത്തുന്നത് നല്ലതുണ്ടെന്ന് ഞാൻ ചെന്ന് ചോദിച്ചു മീൻ കടക്കാരോട്. നല്ല മീനൊക്കെ വളർത്തിയ പൈസ കിട്ടുക. അപ്പോൾ ഒരു ജോഡിക്ക് 20 ഉറുപ്പ്യക്ക് വെച്ച് നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടോ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അക്വറിയത്തിൽ നമ്മൾ നല്ല ഇനം മീൻ വളർത്തിയാൽ 20 ഉറുപ്പ്യ 15 ഉറുപ്പ്യൊക്കെ നമുക്ക് ജോഡിക്ക് കിട്ടും. നമ്മൾ ചോദിച്ച് ചെല്ലണം. നമ്മൾ വീട്ടിൽ നിന്ന് നമുക്ക് ആരും വരൂല. അവിടെയൊക്കെ പറഞ്ഞാൽ കുറേ ആൾക്കാർ വന്ന് പോണ സ്ഥലമല്ലേ. നമ്മളെ വീട്ടിലേക്കായിട്ട് മീൻ ചിലപ്പോൾ ആരും വന്നിടായില്ല, വരൂല. അപ്പൂസൊരു ഭയങ്കര സാധനമാണ്. ഇപ്പട് വേണം പറഞ്ഞാൽ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരണവന് മീനിക്കണ്ട. മീന് കോഴി ഇവരുടെ സാധനങ്ങളൊക്കെ നിറയെ ഉണ്ടായിരുന്നു. ഇന്ന് വീഡിയോ വരില്ലല്ലേ, സമയം കുറേ കുറച്ച് വൈകിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഓരോരോ പണികളുണ്ടാവും. അപ്പൂസേ നോമ്പ് തുറക്കാനായി എവിടെ കഴിഞ്ഞോ? ഇതെന്താ ഉണ്ടാക്കണേ? ജ്യൂസാ? എത്ര എല്ലാവരും നോമ്പ് തുറക്കാൻ പവൻ 6 മണി കഴിഞ്ഞ് 6:30. ആരോ ഇപ്പൊ കയറി നോമ്പ് കുറിച്ച് തിന്നുണ്ടോ? എന്താ എടീ അടുത്ത് വീഴൂലച്ച് എങ്ങോട്ടച്ച് പോരണേ? വരോ ഇവിടെ എന്തിനാ ഇടയിൽ കൂടെ കൈ പിടിച്ച വലിയ വലിച്ചടാ. ആ വറ്റ കൈ പിടിച്ച് വലിക്കാലേ അങ്ങോട്ട് പോരണോ? എല്ലാരും ഇവിടെ ഇട്ടേ ഒരു ഉഷാറില്ല. ചിക്കൻ ഉണ്ടാക്കിയോ? ചിക്കനിലാണെങ്കിൽ അരിഞ്ഞുണ്ടാക്കണേ. അമ്മ പുതിയ കത്തിയത് ഇതിനെന്താ തീരെ തക്കാളിയും കൂടി മുറിയണില്ല, മുറിച്ചിട്ട് ഇങ്ങനെ ആട്ടണം. അമ്മ മേലെ വെക്കാൻ പോയത് കേട്ടോ. വളക്കേണ്ട സമയമായി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കവാ. ഇനി സമയമല്ല കേട്ടോ. ഇതൊക്കെ അരിഞ്ഞു വെച്ചാൽ പിന്നെ എളുപ്പമുണ്ടല്ലോ. ഇന്നത്തെ വീഡിയോ നമ്മൾ നാളെ വരുള്ളൂ കേട്ടോ. നമുക്ക് വരാൻ പറ്റില്ല. ഇന്നൊക്കെ സെറ്റാക്കി വെക്കാം. നമ്മളെ നോമ്പും ചിക്കനുള്ള മസാലയൊക്കെ ആക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ വളക്കി വയ്ക്കാനുള്ള സമയമൊക്കെ ആയതാണ്. അപ്പോൾ മസാലയൊക്കെ റെഡിയാക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചിക്കനൊക്കെ അപ്പൂസ് കഴുകി റെഡിയാക്കി തന്നിട്ടുണ്ട്. മസാലയൊക്കെ റെഡിയായാൽ പിന്നെ ബാക്കിയുള്ളത് പിന്നെ വയ്ക്കാൻ മതിയല്ലോ. പിന്നെ വത്തക്കൊക്കെ അപ്പൂസ് കൊത്തി മുറിച്ച് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം അമ്മ പാകാക്കിട്ട് പറഞ്ഞ് ഇതാ പോയിട്ട് എന്നാലും ഇതൊക്കെ ഇങ്ങനെ ആക്കി തന്നു കേട്ടോ. ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കാനുണ്ട്. ഇനി അധികം മണിയൊന്നുമില്ലല്ലോ. പഞ്ചസാര ഇതാ വെള്ളം പാകാക്കുക. ഫ്രിഡ്ജിൽ തണുത്തുള്ളം വെച്ചിട്ടുണ്ട്. തേങ്ങ അരക്കാത്ത ചിക്കനാണ്. അമ്മ പഴയ മോഡലല്ലേ? ഇപ്പം നിങ്ങൾ പണ്ട് അവിടെയൊക്കെ തത്തകളോടൊക്കെ പണിക്കുന്നവരെ പണ്ട് അത് നിങ്ങൾ ചിക്കൻ ഉണ്ടാക്കല്ലോ? ഞാൻ ചിക്കൻ അങ്ങനെ ഉണ്ടാക്കില്ല. അല്ല അന്ന് ഉണ്ടാക്കിയാന്നോ? ആദ്യം ഉണ്ടാക്കും. അപ്പം ആ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് ഷിജി ഡാൻസിൻ്റെ പ്രാക്ടീസിന് പോയതാണ്.
കുറച്ച് കഴിയുമ്പോൾ വരാം. ഇപ്പോൾ വരും അല്ലേ? പ്രാർത്ഥന കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ നമ്മൾ പറയട്ടെ, നമുക്ക് വീഡിയോയിൽ നമ്മൾ പറയേണ്ടത് എന്താണെന്നൊക്കെ. ഇപ്പം ഡാൻസ് ഒരു മാസത്തോളമായി ഡാൻസിൻ്റെ പ്രാക്ടീസ് നടക്കണം. അപ്പം അതിന് വേണ്ടി ഓളൊറ്റയ്ക്കല്ല, അതിലുണ്ട് ഭാവിയുണ്ട്, കുറച്ച് ആൾക്കാരെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അപ്പം അടുത്ത വീട്ടിൽ പോയതാ. അതിനെന്തൊക്കെ ഇട്ടേന്? അത് ഓളിട്ട് പോയതല്ലേ? ഇത് തക്കാളി ഉള്ളി വാട്ടിയിട്ട് പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരുംജീരകം, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ചതച്ച് പാകം. ഇതിനൊന്ന് ചെറുതായി തിളച്ചിട്ട് നമുക്ക് ഈ വെള്ള ഡ്രസ്സ് എന്താ തണുപ്പ് ഉണ്ടാവില്ലേ? ചൂട് കാലത്ത് നിന്ന് ഒരു മറച്ച് വെക്കരേ, ചൂടിനെ മറയ്ക്കാൻ. ഞാൻ പിന്നെ ചൂടിനെ മറയ്ക്കാൻ ഷർട്ടിന് ഇട്ടില്ല. അപ്പോ സാർ ഞാൻ പിന്നെ എന്താ പറയുക, വൈകുന്നേരം ഇതിട്ടാണ് സുഖമാണ്. ഒട്ടിയത് മേടിച്ചിട്ട് ഭയങ്കര സുഖമാണ്. എങ്ങനെയൊക്കെ ഉണ്ട്? എക്സാം ആയില്ലേ? എങ്ങനെയൊക്കെ ഉണ്ട് എക്സാം? പഠിക്കുന്നുണ്ടോ? ആൾക്കാരോട് പറഞ്ഞോടൊക്കെ പഠിക്കണ്ടോന്ന്? ആ, ഇനി ക്യാമറമാനും വീഡിയോ എടുക്കുന്ന കപ്പൂസ അല്ലേ? ഞാൻ കുറേ പറഞ്ഞോളൂ, ഇനിയിപ്പോൾ എന്തായാലും അത് തന്നെയാണ് അല്ലേ? ഞാനും ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പത്തിരി ഇടാം നമ്മളെ. ഇതാ അവിടെ നോട്ടെ, ഇതായിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. നമ്മൾ ഫുള്ള് വീഡിയോ തീർക്കണം കരുതി. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയുടെ ടൈമോ ബാങ്ക് കൊടുക്കുന്ന ടൈപ്പിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അപ്പോൾ സമയം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഇനി വീഡിയോ നാളത്തെ വീഡിയോയിലാക്കാന്ന് കരുതില്ല. ഇന്നിപ്പോൾ ആൾക്കാർ കാത്തൊക്കെണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് ഇടാലോ, നേരം വൈകിയല്ലോ. അപ്പോൾ കാണാൻ നേരം ആവണമല്ലോ. നോമ്പ് തുറയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ? അപ്പോഴേക്കൊക്കെ ഇത് റെഡിയാവും. തിളക്കണം അല്ലേ? ചിക്കൻ ഇട്ടോ? അപ്പോൾ എന്തായി എൻ്റെ ഇത് അത്തക്കള എന്തായി? ഇപ്പം കിട്ടുമോ? എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് ഇത് തിന്നാനാകുമ്പത്തിന് നേരം വൈകില്ല. അപ്പൂസേ ശരി വന്നപ്പോൾ ഞങ്ങൾ തീറ്റ തുടങ്ങി. ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നേരം വൈകി, എന്നാലും കഴിക്കുന്ന സമയത്തേക്ക് എത്തി. പത്തിരി വേണ്ട, എന്താ നമുക്ക് ജ്യൂസ് ഉണ്ട്, അത്തക്ക ജ്യൂസ് കണ്ടോ. പത്തിരി നല്ല വിചാരിച്ച പോലെ നല്ല കേട്ടോ, പൊളിച്ചുണ്ട്, നല്ല സോഫ്റ്റ് ഉണ്ട്. അമ്മക്ക് ചിക്കൻ വേണ്ടെന്ന്? അതെന്താ അമ്മ ഇന്നെന്താ ഇന്നൊക്കെയല്ല, വെള്ളിയാഴ്ചക്ക് വേണ്ടിട്ട് അമ്മ ഇന്നേ തിന്നാതൊക്കെ. എന്താ അടുത്തത് വെള്ളിയാഴ്ചക്ക്? വരുന്ന വെള്ളിയാഴ്ചക്ക് അമ്മേന്റെ വീട്ടില് പൂജ. അപ്പൊ അമ്മ ഞങ്ങൾ എന്തിനാക്കി തിന്നണത് അത് അറിഞ്ഞില്ല. അമ്മയുടെ പറഞ്ഞു ഇന്ന് കൂട്ടിക്കോളെ, ഇന്ന് ചൊവ്വാഴ്ച ആയിട്ടുള്ളൂ. ചൊവ്വാഴ്ച കൂട്ടില്ല. പക്ഷെ അമ്മ വേണ്ടാന്ന്. ശരിക്കും പത്തിരി ഉണ്ടാവുമ്പോ പത്തിരി ഇറച്ചി പറയലുണ്ട് അമ്മ. പൂതി എന്നാ തിന്നോളി, പൂതിയല്ലേ? എന്താ പൂതി തിന്നാ പിന്നതാക്കെ. നാളെ തൊട്ട് ചെയ്യാം. തിന്നോളി തിന്നോളി, നാളെ തൊട്ട് വെക്കാം. എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടാക്കുള്ളൂ. നോമ്പ് കാലത്ത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുക, അപ്പൊ തിന്നണം. അതെ വേണ്ട. ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ നമുക്ക് നാളെ കാണാം അല്ലേ? എല്ലാവർക്കും ബൈ.